ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ലുലുന്ന് ഇറങ്ങി നമ്മൾ നേരെ ഇനി മലമ്പഴക്ക് തിരിച്ചിട്ട് എന്താ നൈസായിട്ട് പുറത്തത്തെ കാഴ്ചയൊക്കെ കണ്ടിട്ട് ആളിവിടെ ഇങ്ങനെ കൂളായി കൂടി ഇരിക്കുന്നു. അങ്ങനെ നമ്മൾക്ക് അങ്ങനെ പോയി നോക്കാം. മലമ്പുഴയിൽ ഫ്ലവർ ഷോ ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ അവിടെ വണ്ടി നിർത്തി നമ്മൾ ഇങ്ങനെ ഇങ്ങനെ നടന്ന് മലമ്പുഴയിൽ നടന്നു വരികയാണ്. പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ട് കണ്ടിട്ട് തിരക്കുള്ള പോലെ തോന്നുന്നുണ്ട്. നമുക്കുള്ളിൽ കയറിയ അറിയാൻ തിരക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും അവൾ കുടയൊക്കെ പിടിച്ചിട്ടാണ്. ഞങ്ങൾക്ക് വെയിലുള്ളതല്ല, കുട്ടിക്ക് വെയിലുള്ളതായിരിക്കാൻ വേണ്ടി കുടയൊക്കെ പിടിച്ച് നൈസായി പോയി ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. ടിക്കറ്റിൻ്റെ ചാർജൊക്കെ കൂട്ടിയിട്ടുണ്ട്, മുന്നത്തേന്ന് റേറ്റ് കൂട്ടിയിട്ടുണ്ട്. അവൻ അപ്പോഴും കരച്ചിൽ തുടങ്ങി. ഞാൻ ടിക്കറ്റിനെടുത്ത് ഞങ്ങൾ നല്ല ഉള്ളിൽ കയറാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ടിക്കറ്റ് കൗണ്ടറിലൊക്കെ കാണിച്ച് കണ്ടിട്ട് തിരക്കുള്ളതായിട്ട് തോന്നുന്നു. അങ്ങനെ ടിക്കറ്റ് കാണിച്ച് ഞങ്ങൾ ഉള്ളിൽ കയറി കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന്. നല്ല വെയിലാണ്, അതുകൊണ്ട് ഒരുപാട് നേരം നമ്മളെന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം നല്ല വെയിലാണ്. അവനങ്ങനെ വെയിലൊളിച്ചിട്ട് നടക്കാനൊന്നും പറ്റില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ കാണേണ്ട സ്ഥലങ്ങളൊക്കെ വേഗം ഒന്ന് നടന്ന് ഒക്കെ ഒന്ന് ഓടി നടന്ന് കാണാം. നമുക്ക് എന്താ പറയുക, പുൽക്കൂട് പോലത്തെ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതിനുള്ളിൽ കരടിയോ അല്ല പുലിയോ എന്തോ ഇരിക്കും കണ്ട്. അങ്ങനെ നമുക്ക് ഓരോരോ കാഴ്ചകൾ കണ്ട് നമ്മൾക്ക് ഇങ്ങനെ നടക്കാം. ഫ്ലവർ ഷോ എന്ന് പേര് പറഞ്ഞു മാത്രം. അത്ര കഴിഞ്ഞ ആഴ്ചത്തെ അത്ര എന്തായാലും പോരാ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പാലക്കാടുള്ളവരാരെങ്കിലും ഫ്ലവർ ഷോ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം. വർക്കിംഗ് ഡേ ആണെങ്കിലും അത്യാവശ്യത്തിനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കോളേജിലത്തേനോ സ്കൂളത്തേനോ കുട്ടികൾ അറിയില്ല. ഇവിടെ ബാഗൊക്കെ പിടിച്ച് ബാനറൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അത്യാവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫ്ലവർ ഷോ എന്ന് പറഞ്ഞ് ആവശ്യത്തിനുള്ള അതിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ വെള്ളം ചാടുന്നത് കണ്ടിങ്ങനെ ആ വെയിലത്ത് കൂടെ ഇങ്ങനെ അങ്ങോട്ടും കുറേ നടന്ന് തൂക്കുപാലത്തുമ്പോൾ കുറേ കയറി അപ്പുറത്തേക്ക് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്ക് ഒരാൾ നൈസായിട്ട് ഉറക്കം തുടങ്ങിയിരുന്നു. തോള് കിടന്നിട്ട് ആൾ നല്ല ഉറക്കത്തിൽ, സുഖമായി ഉറക്കത്തില്ല. ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ തൂക്കുപാലത്തൊക്കെ കൂടെയൊക്കെ നടന്ന് അങ്ങനെ അപ്പുറത്തേക്ക് പോവുകയാണ്. എന്തായാലും തൂക്കുപാലത്തെങ്കിലും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സെക്യൂരിറ്റീസ് അതിൻ്റെ മേലെ നിൽക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് ആരും അതിൻ്റെ മേലെ നിൽക്കുന്നില്ല. അല്ലെങ്കിൽ അതിൻ്റെ മേലെ കൂടെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാവും. അങ്ങനെ നമ്മൾ നടന്ന് അങ്ങനെ അപ്പുറത്തെത്തി. അപ്പോൾ അങ്ങനെ വന്നതാ നമ്മളുടെ എന്തൊക്കെയോ കഴിച്ചു വന്നു. അപ്പോൾ നമ്മുടെ ബാക്കിൽ മലമ്പുഴ യക്ഷി എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. മലമ്പുഴയിൽ യക്ഷി കണ്ടു. അങ്ങനെ നമ്മൾ അതും കണ്ട് അങ്ങനെ നൈസായിട്ട് അവിടെ നിന്ന് തിരിച്ചു പോന്നു. നല്ല വെയിലാണ്, ഒരുപാട് നേരം കുട്ടീനെ കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് ഓടി നടന്ന് മലമ്പുഴയൊക്കെ കണ്ട് നമ്മൾ റിട്ടേൺ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക്